തേഴ്സ്ഡേ. ഞാനപ്പോൾ ഇന്നലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ രാത്രി ഞാൻ പോയിട്ട് വന്നു. അപ്പോൾ ഇന്ന് എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ട് രാവിലെ. അപ്പം ഞാനുണ്ടല്ലോ ഈ വീക്ക് മൊത്തം ഭയങ്കര ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞാനപ്പോൾ ഫുള്ളി എന്താ പറയുക, എനിക്ക് എൻ്റെ റുട്ടീനൊന്നും കറക്റ്റ് അല്ലെങ്കിൽ എൻ്റെ മൊത്തത്തിൽ മെസ്ഡപ്പ് ആവും. അപ്പോൾ ഞാൻ ഒരു ജ്വല്ലറിയുടെ ഷൂട്ട് എന്നൊന്നും പറയാനില്ല, അവരെനിക്ക് അയച്ചത്. പക്ഷെ ഭയങ്കര നൈസ്. ഞാൻ ഇതുവരെ ഇത് വേറെ ചെയ്തിട്ടില്ല, കാരണം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കണം എന്ന്. പക്ഷെ എന്തൊരു ക്യൂട്ടാ ഇത്. സെറിസ്ത എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇവരുടെ പേജിൽ നിന്ന് മേടിക്കാം. യെസ്, അപ്പം ഞാൻ എൻ്റെ ഓൾറെഡി ഇതൊക്കെ ചെയ്തു, സ്കിൻ കെയർ. നമുക്ക് കൂടുതൽ ടൈമില്ല. പക്ഷെ ഞാൻ ഈ സ്ലോ ആയിട്ട് റെഡി ആവുന്നത് കാണുമ്പോൾ നമുക്ക് ഈ ഫുൾ ഡേ ഉള്ള പോലെയാണ് തോന്നുക. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഫീസിൽ പോകേണ്ടതാണ്. സിമ്പിൾ മേക്കപ്പ് ആവാം അല്ലേ? എനിക്ക് കൺസീലർ അങ്ങനെയൊക്കെ പ്രോപ്പർ മേക്കപ്പ് ചെയ്യാൻ ഇപ്പം എന്തോ ഒരു ഭയം. ഇത് ചെയ്താലോ, കാജൽ പോലെ ചെയ്യാല്ലേ? കാജൽ പോലെ ചെയ്യാം. ഞാനൊന്നും വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടില്ല കഴിഞ്ഞ വീക്കൊന്നും. പക്ഷേ ഈ വീക്ക് നോക്കിക്കോ, ഓൾറെഡി നിങ്ങൾ ഞാനിട്ട മുമ്പത്തെ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഓ യെസ്, നമുക്ക് ഐസ് ചെയ്യാം. ഞാൻ പണ്ട് ഭയങ്കര കാജൽ പേഴ്സൺ ആയിരുന്നു. പിന്നെ ഇതായി ഞാൻ പറഞ്ഞില്ലേ, ആക്ച്വലി എൻ്റെ സിസ്റ്റർ ഹോസ്പിറ്റലിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീക്കെൻഡ് വീട്ടിൽ പോയത്. ഇപ്പം എൻ്റെ സിസ്റ്റർ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഇപ്പം കുഴപ്പമില്ല. യെസ്, ഓക്കെ, പെർഫെക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അമ്മേ, പിന്നെന്താ, ഈ ലിപ്സിൻ്റെ ഉണങ്ങുന്നില്ല. കുറച്ച് ബ്ലഷ് ഇടാം അല്ലേ? നമുക്ക് ബ്ലഷ്. ഇത് സിംപ്ലി നാമിൻ്റെ ബ്ലഷാണ്. ഇതെനിക്ക് ഇവർ അയച്ചു തന്നതാ. നമ്മൾ ആക്ച്വലി വർക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അവരുടെ ഭാഗത്തുനിന്നും ഒരു ഇതുണ്ടായിട്ടില്ല. അപ്പം ഞാനിങ്ങനെ എന്താ ചെയ്യുക, കയ്യിൽ പ്രോഡക്റ്റ്സ് ഇല്ലേ, ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി. ടൂ മച്ച് ബ്ലഷായോ? ഇല്ല. ആക്ച്വലി നമ്മുടെ മുഖത്ത് ആ ഒരു ഫേസിൽ ഒരു എക്സ്ട്രാ കളർ വരുമ്പോഴാണ് ആ ഒരു ഭംഗി. ഞാൻ സുഡിയോന്ന് ഭയങ്കര അടിപൊളി ഒരു ലിപ്സ്റ്റിക്ക് മേടിച്ചു. ഏതാണെന്നറിയോ? ലിപ് ക്രീം എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഡാർക്ക് ബ്രൗണാ, ലൈക്ക് ഭയങ്കര ഡാർക്ക് ബ്രൗണാ. പക്ഷെ ഉണ്ടല്ലോ, നമുക്ക് പ്രത്യേകിച്ച് ബ്രൗൺ സ്കിന്നുകാർക്കില്ലേ, കുറേ ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ വാഷ്ഡ് ഔട്ട് ആയിട്ട് നിൽക്കില്ലേ, അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കര ഡാർക്കാ. എനിക്ക് കുറേ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ആ ഒരു ഇത് ശരിയായിട്ട് വരില്ല, കളറ്. നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഈ ബ്ലഷ് വെച്ചിട്ട് കിയ കോസ്മെറ്റിക്സിൻ്റെ ബ്ലഷാണ് ഒന്ന് ലൈറ്റർ ആക്കാം. ഇത് ലിപ്പ് ആൻഡ് ചീറ്റിൻ്റെ എന്തോ ആണ്. പെർഫെക്റ്റ്. ഇനി ഞാൻ പോയി വീഡിയോസ് എടുക്കട്ടെ. ഉണ്ടല്ലോ ബ്രെഡ് ബ്ലിങ്കിറ്റിൽ ഞാനിപ്പോൾ മേടിക്കാറില്ല, കാരണം ഭയങ്കര എക്സ്പയേർഡ് ആവാറായ സാധനങ്ങൾ അവർ. എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ, അപ്പം ഞാൻ വിളിച്ച് ചോക്ലേറ്റ് മേടിച്ച് കൊടുക്കാമെന്ന്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഉണ്ടല്ലോ, ഞാൻ ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് സൂപ്പർ മാർക്കറ്റിലൊന്ന് പോയി എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ എന്താ. അപ്പം ഞാനിവിടെ വന്നിരിക്കാം. പക്ഷെ അവരാരും എത്തിയിട്ടില്ല, കാരണം ഞാനിപ്പോൾ റെഡി ആയിട്ട് വരാൻ നിൽക്കുവാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട്
ഞാൻ ഇത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ജിമ്മിൽ കഴിഞ്ഞിട്ട് അത്ര സ്വെറ്റ് ചെയ്യല്ല, സ്റ്റിൽ കുളിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇടാമെന്ന്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ലേറ്റ് ആവണ്ടെന്ന്. എന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവരെ കാണാനില്ല, അവരെത്തുന്നേ ഉള്ളൂ. നമുക്ക് കുറേ ടൈമുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ ജസ്റ്റ് സംസാരിക്കാമെന്ന്. ക്യൂട്ട് ഡ്രസ്. ആൻ്റണി ജയസൂര്യയുടെ ബർത്ത്ഡേ. ജയസൂര്യ Happy birthday, dear Jesu. Happy birthday. Bye guys, bye. Bye. Signing off or Sigma boy. സൈനിങ് ഓഫ് ആണോ? Signing off. Good night. From Avillas. Bye. ബർത്ത്ഡേ ബോയ്. എല്ലാവരും ജയസൂര്യനെ വിഷ് ചെയ്യണേ. ജയസൂര്യന്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ പറഞ്ഞുതരാം. ആ വരും, നീ കാണിച്ചതെല്ലാം വരും. ആന്റണി ബൈ ബൈ. എനിക്ക് പോകണ്ട, എനിക്ക് ഇവിടെ നിന്നാ മതി. ബൈ ബൈ ഇമാനുവൽ. ഇമാനുവൽ US പോവാ ഈ നെക്സ്റ്റ് വീക്ക്. സാഡ്. ആ അത് കഴിഞ്ഞിട്ട് ഞാനും അന്നയും ഇവിടുത്തെ ഏത് പാസ്തയാ പറഞ്ഞേ? റോസറ്റെല്ല എന്ന് പറഞ്ഞു. റോസറ്റെല്ല അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു പാസ്തയാ. അറേബിയറ്റയും പിന്നെ ആൽഫ്രഡും കൂടെ മിക്സ് ആയിട്ടുള്ളത്. ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര ലാർജ് എമൗണ്ട് ആണ്, ക്വാണ്ടിറ്റി. കൊതുവൊക്കെ ഉണ്ടാവും. ഇത് ഗാർഡൻ കെഫെ ആണല്ലോ, അപ്പോൾ കുറച്ച് കൊതുവൊക്കെ ഉണ്ടാവും. പക്ഷേ അത്രയ്ക്കും കൊതുവൊന്നും കടിക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല പാഷൻ. അവന്റെ ഓരോ മറ്റേ മൂവി, മമ്മൂട്ടിയുടെ മൂവി ഞാൻ കണ്ടിട്ടുണ്ട്. ഉള്ളൊഴുക്ക് ഒരു പ്രൊഫഷണൽ ഷൂട്ട് എന്ന് പറയുന്ന പണ്ടൊന്നും അങ്ങനെയായിരുന്നു. നമ്മളൊക്കെ പണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഷൂട്ട് അവർക്ക് കൊടുക്കണം ക്യാമറാമാൻ. കഴുത്ത് പൊന്തിക്കണോ കുറച്ച്? വേണ്ട വേണ്ട, താഴേക്ക്. സ്പീക്കർ എടുക്ക. ഹായ്. ഞാൻ ഉണ്ടല്ലോ ഇന്ന് സൺഡേ മോർണിംഗ്. ഇന്ന് രാവിലെ എനിക്കൊരു ഷൂട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാൻ കുറച്ച് സ്കെയറി ആയിട്ട് ഫീൽ ചെയ്യുന്നു. അത് ഫോട്ടോഷൂട്ടിന് ഇത്ര മേക്കപ്പ് ഒക്കെ ചെയ്യും, അല്ലാത്തപ്പോൾ ഇത്ര ചെയ്യാറില്ല. അപ്പോൾ ഞാൻ രാവിലെ ഒരു 5:30 ആയപ്പം എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നു. വന്നിട്ട് ഇവിടെ വന്നിട്ട് മേക്കപ്പ് ചെയ്ത് ഇനി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഔട്ട്ഡോറാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യും. ആൻഡ് ഇതാ ഒരു ഓണം ലുക്കാണ്. പക്ഷേ ഈ കോട്ട് സെറ്റായിരിക്കും എൻ്റെ ഒരു സ്കേർട്ട് പോലെ. യെസ്, ഞാനാണ് ഇന്നലെ രാത്രി ലേറ്റായിട്ട് ഉറങ്ങിയത്. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഭയങ്കര അടിപൊളി പ്ലേസാണ്. ഞാൻ എന്തെങ്കിലും ഫ്രണ്ട്സായിട്ട് വരാമെന്ന് വിചാരിച്ചു ഇവിടെ നീന്താൻ. ഞാൻ ഷൂട്ട് കഴിഞ്ഞു. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു എന്നെ കാണാൻ കുറച്ചൊരു പക്ഷെ അടിപൊളി സ്ഥലമായത്. എനിക്കറിയില്ല കാണും നിങ്ങൾ. പക്ഷെ ഇവിടെ ഉണ്ടോ, അവിടെ ഒരു പൂളല്ല, നേച്ചർ പൂൾ പോലത്തെ ഒരു സംഭവമുണ്ട്. പിന്നെന്താ, കുറച്ച് സ്കെയറിയാന്ന് തോന്നുന്നു എന്നെ കാണാൻ. ഇനി പോയിട്ട് എനിക്ക് വേറെ കുറച്ച് പണികളുണ്ട്. ഞാനൊന്നും കഴിച്ചിട്ടില്ല ഫുഡ്. എനിക്കൊരു ഫുഡ് കഴിക്കണം. ഇത് സ്റ്റൈലിസ്റ്റ് ആൻഡ് ഔട്ട്ഫിറ്റ്. ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റ്.
ഫോട്ടോഗ്രാഫർ അവിടെ എവിടെയോ ഉണ്ട്. സാറിത് എവിടെ വെക്കണം? ജസ്റ്റ് നമുക്കൊന്ന് ഹായ്. അപ്പോൾ ഇന്ന് ഏത് ദിവസം? August 11th മൺഡേ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീക്കെൻഡ് വ്ളോഗ് ഞാനൊന്നും ഔട്ട്രോ ഒന്നും എടുത്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായിരുന്നു, ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം മീറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ US പോവാ. അപ്പോൾ അവനൊക്കെ ലാസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്തതാണ്. നിങ്ങൾക്കത് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലുലുവിൽ മീറ്റ് ചെയ്തായിരുന്നു. ആൻഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററും കൂടെ പോവാ US. എല്ലാവരും US പോവാ. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കോമെൻറ്റ് എല്ലാം ചെയ്യാം. ബൈ.